ഹലോ, അസ്സലാമലൈക്കും. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ചമ്മന്തി കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് തോനെ ഭക്ഷണം കഴിക്കാൻ ഒരു കൂട്ടുകാർ വേണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് നമുക്ക് തോനെ ചോറ് കഴിക്കാം. അങ്ങനെ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അല്ലേ, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. തക്കാളി ഉണ്ട്, പച്ചമുളകുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, ഉണക്കമീനുണ്ട്, കുരുമുളകുണ്ട്, തക്കാളി ഉണ്ട്, കുറച്ച് പുളിങ്ങ. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. നമുക്ക് എല്ലാതും പാടെ ഒന്ന് ചട്ടിയിട്ട് ചൂടാക്കി എടുക്കണേ. ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ? എല്ലാവർക്കും സുഖമല്ല? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക. അതിന് ശേഷം എണ്ണ ചൂടായ ശേഷം പച്ചമുളക് ഇട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് കാണുന്നത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനെന്താ ചെറിയ ഉള്ളി, തക്കാളി ഞാൻ എന്ത് ചെയ്തില്ല, മറ്റുമ്പഴം പൊളിച്ചതല്ലേ, അതുപോലെ പൊളിക്കാൻ എഴുതിയതാണ്. അപ്പം തന്നെ അത് മറന്നില്ലേ. അങ്ങനെ പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളി. അപ്പം നിങ്ങൾ ഇതുണ്ടാവും ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കലുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വേണ്ടേ, എൻ്റെ വീഡിയോസ് കണ്ടിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്താണ്. അങ്ങനെ മിക്സിയിലിട്ടിട്ട് നമുക്കിതാ നരച്ചെടുക്കാം. തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ബാക്കിയുള്ള എണ്ണയും വടയാക്കി ഒഴിച്ചെടുക്കുക. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിങ്ങ, എന്തപ്പം ഇത്ര താമസം ഈ കുരുമുളക് എടുക്കാൻ പറയാ. പച്ച കുരുമുളക് ഇട്ടില്ലേ ചമ്മന്തി അരക്കാൻ എടുക്കുന്നത്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണക്കമീൻ. അങ്ങനെ അത്യാവശ്യത്തിലുള്ള ഉപ്പ്. അങ്ങനെ ചമ്മന്തി അരക്കൽ കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല അടിപൊളി ചമ്മന്തി അരച്ചിരിക്കണേ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റിൽ എഴുതുക. എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, നല്ല കുട്ടികളായിട്ട് കാണുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ ഞാൻ മുന്നോട്ട് പോകുള്ളൂ, ഇല്ലെങ്കിൽ പോവില്ല. നല്ല രസമുണ്ടായിട്ടുണ്ട്. വെറുതെ പറയല്ല, ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യുക. നമ്മൾ കുരുമുളകിൻ്റെ ചുവല്ലേ പച്ച, അതിനോടൊക്കെ ചമ്മന്തി അരച്ചിട്ടുണ്ടല്ലോ, എന്തോ രസകരമെന്നറിയും. കുരുമുളക് അങ്ങനെ ഉള്ളവർ അങ്ങനെ ഇടുക, ഇല്ലാത്തവർ കുരുമുളക് ഇല്ലെങ്കിൽ ഇടും വേണ്ട. അങ്ങനെ കുരുമുളക് വേണമെന്നില്ല, കണ്ടപ്പോൾ അങ്ങനെ കുരുമുളക് ഇട്ടിട്ട് ചമ്മന്തി അരച്ചതാണ്. മറക്കാതെ കാണുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.